നമസ്കാരം. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയെന്ന വിവാദത്തെ സംബന്ധിച്ച റിപ്പോർട്ട് ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ കൈമാറി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയ്ക്കാണ് ഇന്നലെ രാത്രി റിപ്പോർട്ട് കൈമാറിയത്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിടണമോ എന്നതിനെ സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇന്ന് തീരുമാനമെടുത്തേക്കും. മാർച്ച് 14 രാത്രി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തം അണയ്ക്കാനെത്തിയ ഫയർഫോഴ്സ് അംഗങ്ങളും പോലീസുകാരും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയെന്നായിരുന്നു ആരോപണം. ഇക്കാര്യം കേന്ദ്ര സർക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് കൈമാറാൻ ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ ഇന്നലെ രാത്രി റിപ്പോർട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കൈമാറിയത്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിടണമോ എന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന തീരുമാനിക്കും. ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായയുടെ റിപ്പോർട്ട് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്ക് നിർണായകമാണ്. റിപ്പോർട്ടിൽ വർമ്മയ്ക്കെതിരെ പരാമർശമുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കും. ഇത് സംബന്ധിച്ച തീരുമാനം ഇന്ന് തന്നെ ഉണ്ടായേക്കും. അഥവാ റിപ്പോർട്ട് വർമ്മയ്ക്ക് അനുകൂലമാണെങ്കിൽ അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റാനുള്ള ശുപാർശ പരിഗണനയിലാണെന്ന് സുപ്രീം കോടതി ഇന്നലെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ സ്ഥലം മാറ്റത്തിന് ഔദ്യോഗിക വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയെന്ന വിവാദവുമായി ബന്ധമില്ലെന്നും വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയെന്ന ആരോപണത്തിൽ ദുരൂഹതയേറുകയാണ്. കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതായി പോലീസ് റിപ്പോർട്ടിലും രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസ് സ്റ്റേഷനിലെ ഡെയിലി ഡയറി എൻട്രിയിലാണ് ഇത് സംബന്ധിച്ച പരാമർശം ഇല്ലാത്തത്. കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയിട്ടില്ലെന്ന് ഡൽഹി ഫയർ സർവീസ് മേധാവി അതുൽ ഗാർഗ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. സ്റ്റേഷനറി സാധനങ്ങൾക്കും വീട്ടുപകരണങ്ങൾക്കുമാണ് തീ പിടിച്ചത് എന്നാണ് ഫയർഫോഴ്സ് രേഖകളിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ ഹോളി ദിനത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തം സംബന്ധിച്ച് ദുരൂഹത വർദ്ധിച്ചു വരുന്നു. ഔദ്യോഗിക വസതിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഫയർഫോഴ്സ് ആണ് കണക്കിൽപ്പെടാത്ത നോട്ടുകൾ കണ്ടെത്തിയത്. സംഭവം നടക്കുമ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മ വസതിയിൽ ഉണ്ടായിരുന്നില്ല. തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് വീട്ടുകാർ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. സ്ഥലത്തെത്തി തീയണച്ചതിനു ശേഷം നടപടിക്രമങ്ങളുടെ ഭാഗമായി നാശനഷ്ടം കണക്കാക്കുന്നതിനിടെയാണ് ഒരു മുറിയിൽ കെട്ടുകണക്കിന് കെട്ടുകൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. നോട്ടുകൾ കണക്കിൽപ്പെടാത്തതാണ് എന്ന് മനസ്സിലാക്കിയ ഉദ്യോഗസ്ഥർ ഉടൻ പോലീസിനെ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് വിഷയം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. 2014 ജസ്റ്റിസ് യശ്വന്ത് വർമ്മ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയാവുന്നത്. പിന്നീട് 2021 ഡൽഹി ഹൈക്കോടതിയിലേക്ക് മാറുകയായിരുന്നു.